ക്ലാസ് 8 ജാതി വ്യവസ്ഥ. നമ്മൾ കഴിഞ്ഞ 7 ക്ലാസ്സുകളിലൂടെ ഋഗ്വേദം, യജുർവേദം, സാമവേദം ഋഗ്വേദത്തിൽ തന്നെ മണ്ഡലം 9 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാമവേദത്തെ ഒഴിവായിക്കൊണ്ട് അത് ഋഗ്വേദത്തിലുള്ള അതിൽ തന്നെ പെടും. അപ്പം പൊതുവെ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്ന് തന്നെ പറയാം. അതിലുള്ളതും 108 ഉപനിഷത്തിലുള്ളതുമായ കാര്യങ്ങളെല്ലാം അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അർത്ഥസഹിതം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. അത് ഓരോ വിഷയങ്ങൾ എടുത്തിട്ടാണ് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം കഴിയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും, വേദപുരാണങ്ങളിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അതിലോട്ട് അത് മനസ്സിലാകും. വേദത്തിൽ നമ്മൾ ഇന്ന് കണ്ടെത്തിയതും കണ്ടെത്താനിരിക്കുന്നതുമായ സയൻസും എല്ലാ വിഷയങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കും. അത് മാത്രമല്ല, ഇത് കേൾക്കുന്നവർക്ക് പിന്നെ ഋഗ്വേദത്തിലോ യജുർവേദത്തിലോ എല്ലാം നേരിട്ട് കടന്നു എന്ന് മനസ്സിലാക്കുവാൻ പറ്റും. പിന്നെ ഒരു പ്രയാസമില്ലാതെ അതിൻ്റെ അകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതൊരു സയൻസ് ഗ്രന്ഥം കൂടിയാണ്. പ്രധാനപ്പെട്ട അതിൻ്റെ അകത്ത് സയൻസാണുള്ളത് ഋഗ്വേദത്തിലും യജുർവേദത്തിലും. അപ്പൊ അതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ അതിൻ്റെതായ സയൻസ് പുസ്തകത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയാലേ കയറാൻ പറ്റുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു കെമിസ്ട്രി പുസ്തകത്തിൽ കയറണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് H എന്ന് കാണും, O എന്ന് കാണും, ഇതെല്ലാം H2 എന്ന് കാണും. ഇതെല്ലാം എന്താണെന്ന് അറിയില്ലെങ്കിൽ പിന്നെ ആ പുസ്തകത്തിൽ കയറാൻ പറ്റില്ല. അപ്പൊ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ കെമിസ്ട്രി പുസ്തകത്തിൽ കയറാം. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഋഗ്വേദവും സയൻസ് പുസ്തകമായതുകൊണ്ട് അതിലുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ആർക്കും അതിൻ്റെ അകത്ത് കയറാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു വേദി കൂടി ഒരുങ്ങുകയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊരു കെമിസ്ട്രി അറിയുന്ന ആളാണെങ്കിൽ എനിക്ക് വേദത്തിലുള്ള കെമിസ്ട്രി മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഒരു ഡോക്ടർ കയറിയാൽ കാണുന്ന വിഷയങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് എന്തിനെ പറ്റിയാണോ അറിവ്, ആ വിഷയങ്ങളും അതിനെപ്പറ്റി കുറച്ച് കടന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ മറ്റുള്ള വിഷയങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം പല വിഷയങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു വരിക്ക് തന്നെ ചിലപ്പോൾ 2 വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തെന്ന് വരും. കാരണം ഒരു വരിക്ക് കെമിസ്ട്രിയിൽ ഒരർത്ഥമുണ്ടെങ്കിൽ ബയോളജിയിൽ ചിലപ്പം വേറൊരർത്ഥം, ആ തരത്തിലായിരിക്കും ഉണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ജ്യോതിഷത്തിലുള്ള ഒരു സൂക്തം നമുക്ക് നോക്കാം. അതപ്പോൾ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ്, ഈ കുറിച്ചു വെച്ചതാണ്. അതെന്താണെന്ന് നോക്കാം. അതൊരു കൃഷ്ണസ്തുതിയാണ്. ഭാഷാ പണ്ഡിതരെ സംബന്ധിച്ചിടത്തോളം അത് കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ്. ഭാഷാ പണ്ഡിതരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് നോക്കാം. ഗോപീഭാഗ്യ മധുവ്രാത ശൃംഗീശോഭ ധി സന്ധി ഗക്ഷ ലജീവിത വാതാവ ഗലഹാല രസം ധര. ഇതാണ് ആ സൂക്തം. അത് ഒരു കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ്. ആർക്ക്? ഭാഷ അറിയുന്നവർക്ക്. ഈ ഭാഷ അറിയുന്നവർക്ക് അത് കൃഷ്ണസ്തുതിയാണ്. കൃഷ്ണനെ അങ്ങനെ സ്തുതിച്ചു പോവുകയാണ്. എന്നാൽ ഒരു കണക്ക് അധ്യാപകന്, ഒരു മാത്സ് അറിയുന്ന അധ്യാപകന് ഈ സ്തുതി പൈയുടെ വിലയാണ്. പൈ എന്ന് പറഞ്ഞാൽ മാത്സിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട, അതാണ് അസ്ട്രോളജിയിലെ ബുക്കിലെന്ന് ഞാൻ പറഞ്ഞത്. അസ്ട്രോളജിയിലെല്ലാം ഗ്രഹങ്ങളെ ചുറ്റുന്നാല് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. അതിൽ പൈയെല്ലാം കയറി വരുമല്ലോ. അപ്പൊ ഈ പൈന്റെ വില സാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത് 3.14 ബാക്കി അതിന്റെ ശേഷമുള്ളതെല്ലാം വിട്ടിരിക്കുകയാണ്. അത്രയും നമുക്കറിയുള്ളൂ. ദശമല കഴിഞ്ഞിട്ട് 2 സ്ഥാനം മതി എന്ന നിലയിലാണ് പൊതുവെ എടുക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, കുറെ വിട്ട സംഖ്യകളും കൂടിയുണ്ട്. അതും കൂടിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഈ കൃഷ്ണസ്തുതിയിലെ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ വില കൊടുത്താൽ, അക്ഷരങ്ങൾക്കെല്ലാം ഓരോ വാല്യൂ ഉണ്ട്. ന്യൂമറോളജി എന്നെല്ലാം പറയുന്ന മാതിരിയുള്ള ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യയുണ്ട്. അപ്പൊ ഈ അക്ഷരങ്ങൾക്ക് അതിന്റെ സംഖ്യകൾ കൊടുത്താൽ കിട്ടുന്ന ഒരു വലിയ സംഖ്യയുണ്ട്.
ആ സംഖ്യ പൈയുടെ വിലയാണ്. പൈക്ക് നമുക്ക് 3.14 ആണെങ്കിൽ ഇതിൽ എത്രയുണ്ട് എന്നൊന്നും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് 3.14 ഇതിന്റെ സംഖ്യക്കെല്ലാം ഈ അക്ഷരങ്ങൾക്ക് അതിന്റെ സംഖ്യ കൊടുത്താൽ കിട്ടുന്ന സംഖ്യ ഏതാണെന്ന് നോക്കാം. അപ്പം 3.14 അതെന്തായാലും 314 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന എത്രയുണ്ടെന്ന് നോക്കാം. നമ്മൾ കളയുന്നത് സാധാരണ നമ്മൾ 3.14 അതിന്റെ ശേഷമുള്ള അങ്ങ് കളഞ്ഞു കളയും. ആ കളയുന്ന എത്രയാണെന്ന് നോക്കാം. അപ്പം 3.14 പിന്നെ 15 92 65 35 89 79 32 38 46 26 43 38 32 792 അങ്ങനെ 28 അക്കങ്ങൾ കൂടി അതിന്റെ കൂടെ പോലെ 3.14 കൂടെ ഒരു 28 അക്കങ്ങൾ കൂടി ചേർത്ത് വെച്ചിരിക്കണം. അത്രയും വലിയൊരു സംഖ്യയാണ് പൈയുടെ വില എന്ന് അവർ പറയുകയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയി. കാരണം നമ്മളതൊന്നും എടുത്ത് ശീലിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും വ്യക്തമായിട്ട് അതല്ല, ഇത്രയും സംഖ്യ ഉണ്ടാക്കിയിട്ട് ആ സംഖ്യയുടെ ആ പൈന്റെ വില ഇത്രയും 28 കഴിഞ്ഞ് 29 30 31 അക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്രയും അക്കങ്ങളെ അക്ഷരങ്ങളായിട്ട് മാറ്റിയിട്ട് ആ അക്ഷരം എന്തായി മാറണം? ഒരു കൃഷ്ണന്റെ സ്തുതിയായി വരത്തക്കവണ്ണം ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പൈയുടെ വില തന്നെ കാണുമ്പോൾ പലവരും ഞെട്ടി. ഇവിടെയുള്ളവരുടെ ഇത് കേൾക്കുന്നവരിലെല്ലാം പൈന്റെ വില എന്ന് പറഞ്ഞാൽ 3.14 നീ കേട്ടിട്ടുണ്ട്, പിന്നെ കുറച്ചും കൂടിയും കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇത്രയും വലിയൊരു സംഖ്യ. അപ്പോൾ സാധാരണ ഭാഷാ പണ്ഡിതർ നോക്കുമ്പോൾ ഇതൊരു കൃഷ്ണസ്തുതിയാണ്. പക്ഷെ ഒരു കണക്ക് കാരണം എന്താണ്, ഈ കൃഷ്ണസ്തുതിയിലൂടെ നിങ്ങൾക്ക് പൈന്റെ ഫുൾ വില വേണോ? അത് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് അതിനെ സംഖ്യയായിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈന്റെ വില പറഞ്ഞു തരുന്ന പറയുന്നത്. അപ്പോൾ ഒരു വരി കൊണ്ട് എന്തെല്ലാം ചെയ്യുന്ന മാത്സും കൈകാര്യം ചെയ്യുന്നു. വേണമെങ്കിൽ കൃഷ്ണനെ സ്തുതിക്കുകയും ചെയ്യാം. ഇത്തരത്തിലെല്ലാണ് പൂർവികർ ഇത് ഈ ഗ്രന്ഥങ്ങളിലൂടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദങ്ങളിൽ എനിക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും മറ്റുള്ള പണ്ഡിതർ, വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ളവർ കയറി ചെന്ന് കഴിഞ്ഞാൽ, അത് എഞ്ചിനീയർ ആയാലും ആസ്ട്രോണമിയോ ഏതോ വിഷയമുള്ളവർ കയറി ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് കാണാൻ പറ്റും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം ജാതി വ്യവസ്ഥ. അതിനെപ്പറ്റിയാണ്. അതിന് വേദങ്ങൾ എന്താണ് പറയുന്നത്? വേദത്തിൽ ഒരു ജാതിയെ പറ്റി പറയുന്നുണ്ട്. ആ ജാതി ഇന്നുള്ള ജാതി വ്യവസ്ഥയല്ല. വേദത്തിലൊരു ജാതി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നോക്കാം. യജുർവേദത്തെ തന്നെയാണ് പറയുന്നത്. 30-5 എന്താണ് പറയുന്നത് ആ ജാതിയെപ്പറ്റി? ഈശ്വരനെയും വേദത്തെയും അറിയുന്നവരായി ബ്രാഹ്മണർ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ബ്രാഹ്മണർ എന്നത് ഈശ്വരനെയും വേദത്തിലെ അർത്ഥങ്ങളും അവർ അവയെപ്പറ്റി വിവരിച്ചു തരും. വേദത്തിൽ എന്താണുള്ളത്, അതിന്റെ അർത്ഥങ്ങൾ എന്താണെന്നെല്ലാം വിവരിച്ചു തരാൻ കഴിവുള്ളവരും ഈശ്വരൻ എന്താണെന്ന് വിവരിക്കാൻ കഴിവുള്ളവരുമാണ് ബ്രാഹ്മണൻ. അപ്പോൾ ഒരു ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഈശ്വരനെ എന്താണെന്ന് പറയണം. അതായത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ട ക്വാണ്ടം മെക്കാനിക്സിന് മുകളിൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്ന് ശാസ്ത്രലോകം അന്വേഷിക്കുന്ന ആ സംഗതിയെ, അതാണ് ഇതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, അതെങ്ങനെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം പ്രപഞ്ചമായി മാറി എന്നുള്ള കാര്യങ്ങളെല്ലാം വിവരിച്ച് വേദങ്ങളിൽ നിന്ന് വിവരിച്ചു തരാൻ കഴിവുള്ളവരാണ് ബ്രാഹ്മണർ. അപ്പൊ ബ്രഹ്മത്തെപ്പോലും ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, അതാണല്ലോ ഈശ്വരൻ, അതിനെപ്പോലും വിവരിച്ചു തരാൻ കഴിവുള്ളവരാണ് ബ്രാഹ്മണർ. അതായത് ശാസ്ത്രലോകമാണ്. ബുദ്ധി ഉപയോഗിച്ച് അത്രയും അപാര പാണ്ഡിത്യമുള്ള, ചിന്തിക്കാൻ കഴിവുള്ള ശാസ്ത്രജ്ഞരെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ബ്രാഹ്മണരെന്ന് പറയേണ്ടത്. ശാസ്ത്രം മാത്രമല്ല ഇവിടെ ഈശ്വരനെയും വേദത്തെയും എന്ന് പറയുമ്പോൾ വേദത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരാൻ പറ്റുന്ന അത്രയും അറിവുള്ള ആൾക്കാരെയാണ് നമ്മൾ
ബുദ്ധിമാന്മാരെ എന്ന് പറയാണ്. ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരെ, എല്ലാത്തിന്റെയും പിന്നിലുള്ള രഹസ്യം അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് ബ്രാഹ്മണർ. ഇപ്പം മനുഷ്യരിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇന്ന് ശാസ്ത്രജ്ഞന്മാരല്ലാതെ ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ഇന്ത്യയിലെക്കാട്ടി ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ഗവേഷണം നടത്തുന്ന മറ്റുള്ള നാടുകളിലാണ്. അപ്പൊ ഇതൊരു മതത്തിലോ ജാതിയിലോ ഒന്നും വരുന്ന കാര്യമല്ല. എല്ലാ ജാതിയിലും ഇന്ന് പറയുന്ന ഇന്നത്തെ ജാതി, ഇവിടെ പറയുന്ന ജാതിയല്ല. ഇന്ന് നമ്മൾ ജാതി എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന ഏത് വിഭാഗമായാലും മനുഷ്യൻ എന്ത് തരായാലും അതിൽ ബുദ്ധിമാന്മാരും ബ്രാഹ്മണരാണ്. അതാണ് വേദത്തിന്റെ ബ്രാഹ്മണർ. പിന്നെ രാജ്യം പരിപാലിക്കുന്നവരാണ് ക്ഷത്രിയൻ. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ നമ്മളെ വ്യവസ്ഥിതിയിലും ബ്രാഹ്മണരോട് നിയമം ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാരെ നിയമസഭ എന്നെല്ലാം പറയുന്നത് ബ്രാഹ്മണരുടെ കൂട്ടമാണ്. നിയമസഭ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നവർ. ഇപ്പം ജുഡീഷ്യറി ഇനി വേണമെങ്കിൽ അങ്ങനെ പറയാം. യശാസ്ത്രജ്ഞന്മാരെ അല്ല എന്ത് പറയാം, ബ്രാഹ്മണരെന്ന് പറയാം. പിന്നെ നമ്മളെ കാറ്റഗറി എന്ന് പറയുന്നത് മിലിറ്ററി ആൻഡ് പോലീസ് എല്ലാമാണ്. ക്രമസമാധാനം പാലിക്കുന്ന ഭരണം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രത്തെ നയിക്കുന്ന ധീരരായ വ്യക്തികളാണ് ക്ഷത്രിയർ. അവരെ എന്ത് പറയും, രാജ്യം പരിപാലിക്കുന്നവരാണ് ക്ഷത്രിയർ. അപ്പൊ ഇന്നത്തെ നിലയിൽ പറയാം പട്ടാളക്കാർ ഇവരെല്ലാം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ, രാഷ്ട്രീയ നേതാക്കളിൽ ഉന്നതരായവർ, രാജ്യത്തെ നയിക്കാൻ കഴിവുള്ളവരെല്ലാം ക്ഷത്രിയരാണ്. പിന്നെയോ കാലി സമ്പത്തുകൾ എല്ലാം പരിപാലിക്കുന്നവരും വൈശ്യരാണ്. ഈ വേദം പറയുന്നതാണ്. നമ്മളെ പ്രോപ്പർട്ടീസും ഇന്നത്തെ എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ഫീൽഡ് ആയാലും ലോകത്തിലുള്ള ബാക്കി ഈ രാജ്യത്തിൽ കീഴെ വരുന്ന എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന അവർക്ക് ബ്രാഹ്മണന്റെ ബുദ്ധി ഉണ്ടാവില്ല, ക്ഷത്രിയന്റെ ശൈര്യം ഉണ്ടാവില്ല. പക്ഷെ എന്തായിരിക്കും ഉണ്ടാവുക, അവർ കാര്യങ്ങളെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി പ്രയോഗത്തിൽ വരുന്ന എഞ്ചിനീയർ ആയാലും കർഷകരായാലും എല്ലാ വിഭാഗങ്ങളും വൈശ്യരാണ്. അതിന് താഴെ വരുന്നതാണ് ശൂദ്രർ എന്ന് പറയുന്നത്. ശൂദ്രർ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എപ്പോഴും സേവനം ചെയ്യുവാൻ തൽപരരാണ്. അവരെ സേവിക്കും. നമ്മൾ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ എന്തുണ്ട്, ക്ലാസ് 4 ജീവനക്കാരെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ താഴെ എടുക്കുന്നവർ, അവർ സേവന തൽപര. അതുകൊണ്ട് അവരൊന്നും ശരിയായ സേവന തൽപരരാണെന്നും പറഞ്ഞേക്കരുത്. എന്തുകൊണ്ട്, ഇന്ന് അതിൽ നോക്കിയാൽ എഞ്ചിനീയർമാർ വരെ ബിടെക് കഴിഞ്ഞവർ വരെ ചിലപ്പം ക്ലാസ് 4 പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പൊ അതൊന്നും ആ നിലയിലൊന്നും അതിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലൊരു ധാരണ വെച്ച് പറയണം, സേവിക്കുന്ന ആൾക്കാർ നമ്മളെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മക്കളിൽ തന്നെ ചിലവര് പഠിക്കാൻ നല്ല മിടുക്കന്മാരായിരിക്കും. അവരെ നമുക്ക് ബ്രാഹ്മണർ എന്ന് പറയാം. നമ്മൾ ഒരു മോൻ ബ്രാഹ്മണനാണ്, പഠിക്കുന്നതിൽ ഭയങ്കര താല്പര്യം. വേറെ പോലത്തെ അത്ര പഠിക്കുന്നതിന് താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്ത് കാര്യം നടക്കണ്ടെങ്കിൽ അവനെ വിട്ടാലേ പറ്റും. ഇപ്പൊ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വാന്ന് പറയുമ്പോൾ ഈ ബുദ്ധിയുള്ളവനോട് നീ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന എന്നെ കൊണ്ട് അവിടെ പോകാനൊന്നും പറ്റില്ല. അവിടെ പോയിട്ട്, കാരണം വില്ലേജ് ഓഫീസിൽ പോയാൽ എങ്ങനെയാ കാര്യം നടക്കുക എന്നുള്ളത് നമുക്കറിയാം. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. എല്ലാം കുറച്ച് ഒരു അങ്ങനെയാണ് കിട്ടണ്ടെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചം. അപ്പൊ ചിലവരുണ്ടാവും നല്ല ഒരു മകൻ നല്ല ഉഷാറായിരിക്കും. ശരി ഞാൻ പോയി ശരിയാക്കി തരാം. അവൻ അങ്ങവിടെ പോയി എങ്ങനെയല്ലോ അത് സാധിപ്പിച്ചെങ്കിൽ വരും. അപ്പൊ ക്ഷത്രിയനാണ്. പിന്നൊരു വിഭാഗമുണ്ട് വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടക്ക്, ചെടികൾ നോക്കും, വീട്ടുകാര്യങ്ങൾ നോക്കും, എല്ലാം നോക്കി നടക്കും. അവർ വൈശ്യരാണ്. പിന്നൊരു കക്ഷികളുണ്ട്, അവൻ പഠിക്കുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും നോക്കും. പക്ഷെ അത്ര ലീഡർഷിപ്പ് ക്വാളിറ്റി അത്ര വലിയ ബുദ്ധിയെന്നൊന്നും പറയാം. അവർ എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത്. പിന്നൊരു വിഭാഗം മക്കളുണ്ട്, അവർക്ക് പഠിക്കാനും വലിയ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി എടുക്കാനും പറ്റും. അവനെ വിളിച്ചിട്ട് നീ പോയിട്ട് ഒന്ന് ആ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഉണ്ടാകുന്ന സംഘടിപ്പിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് അതിനൊന്നും എനിക്ക് പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യും, ചേട്ടനോ നിങ്ങളാരാ അവിടെ പോയി പറഞ്ഞ് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്ന ദിവസം കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ പോയി വാങ്ങിക്കൊണ്ട് തരാം. അത് ചാടിപ്പിടിച്ച് വാങ്ങി എല്ലാം കൊടുത്തരും. അല്ലാതെ ബാക്കിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അങ്ങനത്തെ നമ്മൾ അവർ സേവിക്കാൻ തയ്യാറാണ്. വെന്ത് സേവനം മേടിക്കും ചെയ്യും, ഓടിപ്പിടിച്ചെല്ലാം ചെയ്തു തരും. അല്ലാതെ എന്താ നേതൃത്വം എടുത്ത് ബുദ്ധിപരമായിട്ടുള്ളതിനെ പറഞ്ഞാൽ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം മനുഷ്യൻ ഇങ്ങനെ 4 തരം തിരിച്ചിട്ടുണ്ട്. 1 ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നവർ, 2 അധ്വാനിക്കുന്നവർ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ, 3 ബാക്കിയുള്ളതെല്ലാം
പഠിച്ചിട്ട് അത് പ്രയോഗത്തിൽ വരുത്തുന്ന ബാക്കി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. പിന്നെ കുറച്ച് പേർക്ക് സേവനം, നമ്മൾ എന്ത് സഹായം വേണ്ടിക്ക് ചെയ്തു തരാം, അങ്ങനെയുള്ള ആൾക്കാരും നമുക്കുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുണ്ട് വളരെ. അതൊന്നും വിദ്യ കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ക്ലാസ് 4 ജീവനക്കാർ സേവനത്തിനാണ് അവരെ നിയമിക്കുന്നത്. പക്ഷെ അതിലും ആരുണ്ട്, ബിടെക്കുകാരുണ്ട് ചിലപ്പോ. അപ്പൊ ഇതൊന്നും ഇങ്ങനെയൊന്നും ഇന്നത്തെ നിലയിൽ അതിനൊന്നും അങ്ങനെ ബുദ്ധിമാന്മാരിൽ തന്നെ ഇപ്പം കോളേജിൽ നിന്ന് പഠിച്ച് നല്ല റാങ്ക് വന്നു. ഇപ്പൊ റാങ്ക് തിരിക്കുന്നതിൽ ഈ ഘടകം കാണാം. റാങ്ക് നേടുന്നവർ അതിനെ വേണമെങ്കിൽ ബ്രാഹ്മണരെന്ന് പറയും. പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവർ, സെക്കൻഡ് ക്ലാസ് കിട്ടുന്നവർ, പിന്നെ തേർഡ് ക്ലാസ്, പിന്നെ തോറ്റവർ, ഇങ്ങനെയുള്ളൊരു തരംതിരിവില്ല. അതേമാതിരി മനുഷ്യനും അവന്റെ ജനിതക ഘടനയനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട് 4ആയിട്ട്. ഈ സ്വഭാവങ്ങളിലുണ്ട്. അതുകൊണ്ട് നമ്മളെ ശരീരത്തിൽ തന്നെ തലയന ബ്രാഹ്മണൻ എന്ന് പറയും, കൈ ക്ഷത്രിയനാണെന്ന് പറയും, ഉടല് വൈശ്യനാണെന്ന് പറയും, കാല് ശൂദ്രനാണെന്ന് പറയും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ തല വെച്ചിട്ടാണ് നമ്മൾ ബുദ്ധിയെല്ലാം പ്രയോഗിക്കുന്നത്. നേരിടുന്നതെല്ലാം കൈ കൊണ്ടാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കാലിനെ കൊണ്ട് നേരിടുന്നല്ല. ചില സമയത്ത് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കാല് കൊണ്ട് വെച്ച് ഒരടി അങ്ങ് അടിച്ചു കൊടുക്കുക. അത് ഏറ്റവും വലിയ ക്ഷത്രിയ ഗുണമാണ്. ആ ഒരടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റവന് എണീക്കില്ല. അപ്പോൾ ഇതൊന്നും അത്തരത്തിലൊന്നും എടുത്തേക്കരുത്. അതിവിടെ തന്നെ വേദം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ജാതി വ്യവസ്ഥ മനുഷ്യനായി തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേദം എന്താണ് പറയുന്നത് നോക്കാം. ഉപനിഷത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ വജ്രസൂചികോപനിഷത്തിൽ പറയുന്നത് നോക്കാം. ഇത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതും ജ്ഞാനഹീനർക്ക് ദൂഷ്യമായി തോന്നുന്നതും ജ്ഞാന ചക്ഷുസുക്കൾക്ക് ഭൂഷണമായി തോന്നുന്നതുമാണ്. അതായത് വജ്രസൂചികോപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതും, ഞാൻ വായിച്ചത് അങ്ങനെയാണ്, ഇത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്. ഇത് അജ്ഞാനത്തെ നമ്മൾ ഇതുവരെയുള്ള അജ്ഞാനം എന്തെല്ലോ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. ജാതി എന്നാൽ എന്താണെന്നുള്ള എന്തെല്ലോ അജ്ഞത നമ്മളെ മനസ്സിലുണ്ട്. അതിനെയെല്ലാം നശിപ്പിച്ചിട്ട് എന്താണ് വേദം പറയുന്ന ജാതി വ്യവസ്ഥ എന്നത് അത് വ്യക്തമാക്കി നമുക്ക് തരികയാണ്. ജ്ഞാനഹീനർക്ക് ദൂഷ്യമായി തോന്നും. ശരിക്കും ജ്ഞാനമില്ലാത്ത കുറച്ച് ബുദ്ധി കുറഞ്ഞവർക്ക് ഇത് കേൾക്കുമ്പോൾ ദൂഷ്യമായി തോന്നും. എന്താ ഈ പറയുന്നത്, ഇവൻ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നും. ആർക്ക്? ജ്ഞാനമില്ലാത്തവർക്ക്, ചിന്തിക്കാൻ കഴിവില്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ചൊരു അസ്വസ്ഥത തോന്നും. എന്നാൽ ജ്ഞാന ചക്ഷുസുക്കൾക്ക്, അതായത് അറിയാനുള്ള ആഗ്രഹമുള്ളവർക്ക് എന്താണ് ഇതിന്റെ സത്യം എന്താ, അത് ഭൂഷണമായും തോന്നുന്നു പറഞ്ഞുകൊണ്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയുവാൻ പോകുന്നത്. ഇനി അതിൽ തന്നെ വജ്രസൂചികോപനിഷത്തിൽ കിടക്കുന്നതിനെക്കാട്ടി മുമ്പ് വേറൊന്നും കൂടി നിരാലംബോപനിഷത്ത് പറയുന്നതും കൂടി നോക്കിയിട്ട് ഈ നേരത്തെ പറഞ്ഞ വജ്രസൂചികോപനിഷത്ത് എന്താ പറയുന്നത് നോക്കാം. നിരാലംബോപനിഷത്തിൽ 6 പറയുന്നു, ജാതി എന്നത് രക്തത്തിന്റെയോ ചർമ്മത്തിന്റെയോ മാംസത്തിന്റെയോ അസ്ഥിയുടെയോ ആത്മാവിന്റെയോ അല്ല, അത് കേവലം സങ്കല്പമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അസ്ഥി വെച്ചോ മാംസം വെച്ചോ ചർമ്മം വെളുത്തവനോ കറുത്തവനോ രക്തം വെച്ചോ, അതായത് ഒരേ രക്തത്തിൽ ജനിച്ചുകൊണ്ട് ഇതുകൊണ്ടൊന്നുമല്ല ജാതി വ്യവസ്ഥ പറയേണ്ടത്. അതൊരു സങ്കല്പം മാത്രമാണ്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. മനുഷ്യനെ വേണമെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവര്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവര്, പിന്നെ ബാക്കിയുള്ള ജോലി ചെയ്യുന്നവര്, സേവനം ചെയ്യുന്നവര് എന്ന് വേണമെങ്കിൽ ഒരു 4 തരത്തിൽ സങ്കല്പിക്കാം. ഞാൻ പറഞ്ഞു സങ്കല്പിക്കാമെന്നേ പറയുള്ളൂ. ശരീരത്തിലെ 4ാമത്തെ ഭാഗത്തിൽപ്പെടുന്നതാണ് കാല്. കാലപ്പം സേവനം ചെയ്യാനുള്ളതാണ്. പക്ഷെ ആ കാലിന് എന്ത് കഴിവുണ്ട്? ചിലപ്പോൾ സേവനം മാത്രമല്ല, എടുത്ത് അടിച്ച് കൊടുക്കുകയും ചെയ്യും. കാല് കൊണ്ടായിരിക്കും കൈനെക്കാട്ടി അടിക്കാൻ പറ്റുന്നതിനെക്കാട്ടി ശക്തിയിൽ കാല് കൊണ്ട് ചവിട്ടി കൊടുത്തെന്ന് വരും. ബുദ്ധിയുള്ളവരൊക്കെ ഒന്ന് ഇപ്പം ഒരാൾ നല്ല ബുദ്ധിയുണ്ടെന്ന് വെച്ചിട്ട് അവന് ശരീരശക്തി ഇല്ലാതെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാതിരിക്കുന്ന ഒന്നുമില്ല. അവനും അവന്റെ കാര്യങ്ങളെല്ലാം അവൻ തന്നെയാണ് നയിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലും എല്ലാ ഗുണങ്ങളും ഉണ്ട്, അതിന്റെ ഏറ്റക്കുറച്ചിലുണ്ടത്. പക്ഷെ സങ്കല്പത്തിൽ നമ്മൾ കാണുകയാണ് ഒരാള് ബുദ്ധി പ്രയോഗിച്ച് പ്രവർത്തിക്കുന്നതിൽ മാക്സിമം ബുദ്ധി ഉപയോഗിച്ച് നീങ്ങുന്ന ഒരു വ്യക്തി, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി,
ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടക്കാനുള്ള വ്യക്തികൾ, പിന്നെ സേവിക്കാൻ നല്ല ശുദ്ധമായ സേവനം ചെയ്യാൻ തൽപരമായിട്ടുള്ള ഇങ്ങനെ ജനങ്ങളെ ഒരു നാലായിട്ട് ജനിതകമായിട്ട് തിരിക്കാമെന്ന് പറയുകയാണ്. പക്ഷേ അത് രക്തം കൊണ്ട് ഇതുകൊണ്ടൊന്നും അല്ല തീരുമാനിക്കണം. നമ്മളെ എല്ലിന്റെ ബലം നോക്കിയിട്ടോ ഈ ചർമ്മത്തിന്റെ നിറം നോക്കിയിട്ടോ രക്തത്തിൽ ജനിച്ചതാണെന്ന് നോക്കിയിട്ടൊന്നും അല്ല അത് ഉണ്ടാകേണ്ടത്. ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ഈ 4 സ്വഭാവങ്ങളുള്ളവരും കാണും. അപ്പൊ ഈ സ്വഭാവത്തെ ജാതി എന്നത് ഒരു വേദം പറയുന്നത് ഒരു സങ്കല്പമാണ്. നമ്മൾ മനുഷ്യനെ ഒരു 4ആയിട്ട് തിരിക്കാം. അതിനെ തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ഇന്റർവ്യൂ എല്ലാം നടത്തുന്നത്. പോലീസിലേക്ക് എടുക്കുമ്പോൾ ഓടിപ്പിക്കാൻ നോക്കും, പട്ടാളത്തിലേക്ക്. അപ്പൊ ആ ശരീരശക്തിയെല്ലാം ഉള്ളവനെയാണ് പോലീസിലേക്ക് എടുക്കുക. അപ്പൊ അവരുടെ മനസ്സിലൊന്നുണ്ട്, ഒരു ക്ഷത്രിയനാണെങ്കിൽ ഒരു പോലീസുകാരനോ ഒരു മിലിറ്ററിയിലോ ഉള്ള ഉദ്യോഗസ്ഥനോ അവന്റെ ശരീരത്തിന് ഇങ്ങനെയെല്ലാം ശക്തിയെല്ലാം വേണം, ഒരു ധീരത വേണം, അതെല്ലാം വേണം എന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. എന്നാൽ പഠിക്കുന്ന ഇപ്പൊ ISROയിലെല്ലാം ജോലിക്ക് വേണ്ടിക്കാണ് ചിന്തകരെയാണ് എടുക്കുക. ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ഡോക്ടർമാരെല്ലാം എടുക്കുമ്പോൾ അത്തരത്തിലാണ് എടുക്കുക. സേവനത്തിന് അതുമാതിരിയാണ് എടുക്കുക. അപ്പം മനുഷ്യരിൽ ഇങ്ങനെ ഒരു തരംതിരിവ് അവർ തിരിച്ചു. ഇത് ഏത് രാജ്യത്തുമുണ്ട്. മുതലാളിത്ത രാജ്യമായാലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായാലും മതരാജ്യമായാലും ഏത് ജാതിയുടെ ഏത് മതങ്ങളുടെ രാജ്യമായാലും അവിടെയെല്ലാം ഇങ്ങനെ കാറ്റഗറി ഉണ്ട് ജനങ്ങൾ. ആ കാറ്റഗറി ഉണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും ജനിക്കുമ്പോൾ തന്നെ ചില ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു കേവലം ഒരു സങ്കല്പം മാത്രമാണ്. അല്ലാതെ ഒരാളെ കണ്ടിട്ട് അയാൾ വെറും ബ്രാഹ്മണനാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവന്റെ ബുദ്ധി ഉണ്ടെങ്കിലും അതിന് ചിലപ്പോൾ ശരീരശക്തി അതിന് തുല്യമായിട്ടുണ്ടാകും. അതൊന്നും അങ്ങനെ തരംതിരിക്കാനൊന്നും പറ്റില്ല. ഇന്ദ്രിയങ്ങൾ സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്ന ക്രിയയാണ് കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കർമ്മവുമാണെന്ന് അതും പറഞ്ഞു വെച്ചു. കാരണം ഇന്നത്തെ കാലം എല്ലാവരും ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവൻ ഡോക്ടറാണ്, അവൻ എഞ്ചിനീയറാണ്, മറ്റേ മന്ത്രിയാണ്, ഇവൻ ക്ലാസ് 4 ജീവനക്കാരനാണ്. അതെല്ലാം ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യുന്നവരാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ക്ലാസ് 4 ജീവനക്കാരനും ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ബിടെക് കഴിഞ്ഞവനും ഇന്ന് ആ പോസ്റ്റിന് വേണ്ടി തള്ളുന്നുണ്ട്. അവരൊന്നും അവിടെ പോയിരുന്നിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാലും പിന്നെ കാട്ടിക്കൂട്ടുന്ന എന്തായിരുന്നു നമ്മൾ അവരുടെ സേവനമൊന്നും അല്ല കിട്ടാൻ പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ. അപ്പൊ ഇതൊന്നും ശമ്പളം വെച്ച് ചെയ്യുന്ന ജോലി ഒന്നുമല്ല. മനസ്സിൽ നിന്ന് വരുന്നതാണ്. ചിന്തിച്ചുകൊണ്ടിരിക്കുക, എല്ലാത്തിനും പോയി ഇടപെട്ട് ഒരു ധീരത പ്രകടിപ്പിക്കുക, എല്ലാത്തിനും സേവനം ചെയ്യുക. ഇതെല്ലാം അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വയം ശമ്പളമൊന്നും ഇല്ലാതെ അറിയുന്ന അതാണ് ശരിയായ കർമ്മം എന്ന് പറയുകയാണ്. ചെയ്യുന്ന ക്രിയയാണ്. അതായത് സ്വന്തം ഇഷ്ടത്തോടുകൂടി പണമൊന്നും ഇല്ലാതെ ഒരാൾ നാച്ചുറലായിട്ട് അയാളുടെ സ്വഭാവം പ്രകടിപ്പിക്കും. ചിലയിടത്ത് എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എടുത്ത് കിടക്കുന്നുണ്ട്. അവർ പൈസ നോക്കിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും സംബന്ധം ചാടിച്ചെന്ന് അതിൻ്റെ അകത്ത് ഇടപെടുന്ന അവൻ ക്ഷത്രിയ സ്വഭാവമുള്ളവൻ. അവൻ സ്വഭാവം കൂടുതൽ ഉണ്ടെന്നേ അർത്ഥമുള്ളൂ. ചിലപ്പോൾ അവൻ പഠിക്കാനും ബുദ്ധിയായിരിക്കും. അപ്പൊ ഇങ്ങനെ തരത്തിലുള്ള ഒരു കാറ്റഗറിയാണ്. അതൊരു സങ്കല്പം മാത്രമാണ്. വ്യക്തികളെ അങ്ങനെ പൂർണ്ണമായിട്ടും ബ്രാഹ്മണൻ ക്ഷത്രിയ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയ ധാരണ. ഇനിയോ വജ്രസൂചി ഉപനിഷത്തിൽ നേരത്തെ പറഞ്ഞത് കേൾക്കുമ്പോൾ പലർക്കും ദഹിക്കില്ല. പക്ഷേ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്കിത് വലിയൊരു വിവരമായിട്ട് തോന്നുകയും. എന്താ ചെയ്യുന്നത്? ജീവനാണ് ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല. ബ്രാഹ്മണന്റെ മാത്രം എടുത്ത് പറയാണ്. ഇത് എല്ലാ കാറ്റഗറിക്കും പ്രത്യേകത. ജീവനാണ് ഈ നമ്മളുടെ ജീവനാണ് ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ജീവനുണ്ട്, ജീവനില്ലാത്ത ആൾക്കാരില്ല. അതുകൊണ്ട് ജീവൻ നോക്കിയിട്ട് ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റില്ല. ഇനി 4 പറയുന്നു, വജ്രസുഖത്തിൽ അത് 3. 4 എന്ത് പറയുന്നു? ദേഹം ബ്രാഹ്മണനാണെന്ന്, ഈ ശരീരം ബ്രാഹ്മണനാണ്, ശരീരം നോക്കിയിട്ട് ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റും. കാരണം സകല ചണ്ടാളം തൊട്ട് സകല മനുഷ്യരുടെയും ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചു ഒരേ സാധനം കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അവയിൽ വാർദ്ധക്യവും മരണവും എല്ലാം ഒരേപോലെ തന്നെയാണ്. ബ്രാഹ്മണൻ വെളുത്തവനാണ്, ക്ഷത്രിയൻ ചുവന്നവനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൽ അർത്ഥമില്ല. ശരീരം നോക്കിയിട്ടൊന്നും ബ്രാഹ്മണനെ തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെയോ 5 പറയാണ് ജാതി ബ്രാഹ്മണനാകില്ല. നമ്മൾ ഇന്നത്തെ സിസ്റ്റത്തിലുള്ള ജാതി എന്നത് പറയുന്നത് വേദത്തിലെ ബ്രാഹ്മണനാകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഭിന്നജാതികളിൽപ്പെട്ട് ജീവികളിൽ നിന്നും മാർഷുമാർ ജനിച്ചിട്ടുണ്ട്.
ഭിന്നജാതികളിൽ നിന്ന് ജനിച്ചിട്ടുണ്ട്. ഏതിൽ നിന്നെല്ലാം? മാൻപേടയിൽ നിന്ന് ഋഷിശൃംഗൻ, കുശത്തിൽ നിന്ന് കൗശികൻ, ജംബുകനിൽ നിന്ന് ജാംബുകൻ, വാൽമീകത്തിൽ നിന്നും വാൽമീകി, മുക്കുവനിൽ നിന്നും മുക്കുവശ്രീയിൽ നിന്നും വ്യാസൻ. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ പല ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. കുടത്തിൽ നിന്ന് വസിഷ്ഠൻ. അപ്പൊ ഏതിൽ നിന്നാണോ ജനിച്ചതെന്ന് നോക്കിയിട്ടൊന്നും ബ്രാഹ്മണനെ പറയാൻ പറ്റില്ല. കാരണം വേദവ്യാസൻ എന്നാലും മുക്കുവശ്രീയിലാണ്. അവെങ്ങനെയാണ് ബ്രാഹ്മണനാവുക? വേദവ്യാസൻ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന്റെ ലക്ഷണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? വേദങ്ങളെ വ്യാഖ്യാനിച്ച അർത്ഥസഹിതം പറയാൻ. വേദങ്ങളെല്ലാം വ്യസിച്ചിട്ട് എഴുതി വിട്ടിരിക്കുകയല്ലേ വേദവ്യാസം. പിന്നെ വേദവ്യാസം ബ്രാഹ്മണനല്ലാതെ ആരാണ്? പക്ഷെ ജനിച്ചിരിക്കുന്ന എന്നാണ് മുഖശ്രീയാണ്. അതുകൊണ്ട് ജനനത്തിന്റെ വെച്ചൊന്നും ബ്രാഹ്മണനെ പറയാൻ പറ്റില്ല. അപ്പൊ ജാതിയും ബ്രാഹ്മണനാകില്ല. ഇനിയോ ആറാമത്തേതിൽ പറയുന്നു ജ്ഞാനം ബ്രാഹ്മണനാകില്ല. ബുദ്ധിയുള്ളവന് നേരത്തെ ഞാൻ പറഞ്ഞു ബുദ്ധി വെച്ചിട്ടാണ് ബ്രാഹ്മണനാണ്. ബുദ്ധി വെച്ചിട്ടും ബ്രാഹ്മണനാകാൻ പറ്റില്ല. കാരണം എന്താണ്? ക്ഷത്രിയന്മാരിലും പരമാർത്ഥ തത്വം ധരിച്ചവരുണ്ട്. ക്ഷത്രിയർ എത്രയോ ശാസ്ത്രജ്ഞന്മാരായിട്ട് ശാസ്ത്രലോകത്തിൽ നമ്മൾ ഈ പറയുന്ന ക്ഷത്രിയ, നമ്മൾ പുറത്ത് കാണുന്ന ക്ഷത്രിയരെല്ലാം ശാസ്ത്രങ്ങൾ നമ്മൾ ഈ പുറത്ത് ഇന്നത്തെ നിലയിൽ പറയുന്ന ഈ ക്ഷത്രിയര് എത്ര പേരുണ്ട്? വൈശ്യരിൽ എത്ര പേരുണ്ട്? ശൂദ്രരിൽ എത്ര പേരുണ്ട് ശാസ്ത്രജ്ഞന്മാരായിട്ടിരിക്കുന്നത്? അപ്പൊ അതൊന്നും വെച്ചിട്ടൊന്നും എന്ത് പറയാൻ പറ്റില്ല. ബുദ്ധി വെച്ചിട്ടും പറയാൻ പറ്റില്ല. പിന്നെയോ കർമ്മം 7 പറയുകയാണ്. അതിൽ തന്നെ വജ്രസൂചികോപനിഷത്ത് എന്നാണ്. വജ്രം പോലെ തുളച്ചു കയറി ഇത് കേൾക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ മനസ്സിൽ. കർമ്മം ബ്രാഹ്മണനാകില്ല. കർമ്മം നോക്കിയിട്ട് എന്തെങ്കിലും കർമ്മം ചെയ്യുന്ന നോക്കിയിട്ട് ബ്രാഹ്മണനാകും. എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട്. ഇവിടെ പറയാണ് എല്ലാ ജീവികളും കർമ്മം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർമ്മം നോക്കിയിട്ടൊന്നും ബ്രാഹ്മണനാകുന്നെന്ന് ആരാണെന്ന് പറയാൻ പറ്റില്ല. ധാർമ്മികത 8-ാമത്തേൽ പറയുന്നു ധാർമ്മികത ബ്രാഹ്മണനാകില്ല. കാരണം ക്ഷത്രിയന്മാരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ദാനം ചെയ്യുന്നുണ്ട്. പലവരും ദാനം ചെയ്യുന്നുണ്ട്. ധാർമ്മികത പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും നോക്കിയിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രാഹ്മണനെ നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ബ്രാഹ്മണന്റെ എന്നാൽ 9 എന്ത് പറയുന്നു? അപ്പോൾ പിന്നെ ആരാണ് ബ്രാഹ്മണൻ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു തരികയാണ്. ചുരുക്കത്തിൽ അദ്വിതീയമായും ഒന്നിനും വ്യത്യസ്തമായി കാണാതെ എല്ലാത്തിനെയും ആ ബ്രഹ്മമായി അദ്വിതീയം ആയും ജാതി ഗുണരഹിതനായും ജാതിപരമായ ചിന്തകളൊന്നുമില്ലാതെ ഒന്നിലും ഒരു ജാതിപരമായ ചിന്തകളില്ലാതെ സർവദോഷരഹിതനും ഒരു ദോഷവും ഇല്ലാത്ത ഒരു വ്യക്തി. അപ്പൊ അദ്വിതീയ എല്ലാത്തിലും ആ ബ്രഹ്മത്തെ ദർശിക്കുക. ജാതി എന്നൊരു ചിന്തയേ ഇല്ല. സർവദോഷങ്ങളും അവനിൽ നിന്നും ഇല്ലാതായിട്ടുണ്ട്. സത്യജ്ഞാനത്തോടും ശരിയായ ജ്ഞാനം മാത്രം. ആനന്ദത്തോട് എപ്പോഴും ആനന്ദമാണ്, സന്തോഷമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. എല്ലാത്തിലും സംതൃപ്തിയാണ്. സംതൃപ്തിയോടും സകലത്തിലും ആധാരമായും എല്ലാറ്റിന്റെയും ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്ന ആ പരമാത്മാവിനെ യാതൊരാൾ മനസ്സിലാക്കി അങ്ങനെ ഉള്ള വ്യക്തി ആ ബ്രഹ്മം എന്താണെന്ന് എല്ലാവരിലുമുള്ള ആ സാധനം, ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കണം, എല്ലാ ഈ കാണുന്നതിലെല്ലാം പട്ടിയായാലും പൂച്ചയായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാത്തിലും ആ ബ്രഹ്മമാണുള്ളത്. ആ ബ്രഹ്മമാണതായി മാറിയത്. അങ്ങനെയുള്ള ഒരു ധാരണയോടുകൂടി എല്ലാത്തിലും ആ ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് കൃതാർത്ഥനും മാത്സര്യം എന്നിട്ട് അതിലെല്ലാം ബ്രഹ്മത്തിൽ എല്ലാ കാണുന്നവരെല്ലാം അതെല്ലാം ബ്രഹ്മമാണ്, അതെല്ലാം എൻ്റെ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മത്സരം പാടില്ല, അഹങ്കാരം പാടില്ല, ആശയുണ്ടാകുന്ന ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതായി, അതായത് വിരക്തി വന്നവൻ ഇവയെല്ലാം വെടിഞ്ഞ് കഴിഞ്ഞുകൂടുന്നുവോ അപ്പോൾ ഒന്നിലും ആഗ്രഹമില്ലാതെ എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് അങ്ങനെ ആര് കഴിഞ്ഞുകൂടുന്നുവോ അവൻ തന്നെയാണ് ബ്രാഹ്മണനെന്ന് ശ്രുതി പുരാണങ്ങൾ പറയുന്നു.
അതാണ് ബ്രാഹ്മണനിൽ നിന്ന് ശ്രുതി പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? വേദങ്ങളും ഉപനിഷത്തുക്കളും പിന്നെ പുരാണ കഥകളും. ഇത് മാത്രമാണ് ശ്രുതി. ബാക്കി ഉണ്ടാക്കിയതെല്ലാം സ്മൃതികളാണ്, പിൽക്കാലത്ത് ആരിലോ എഴുതി ചേർത്തതാണ്. അതാണ് സ്മൃതികൾ. പിൽക്കാലത്ത് ആരല്ലോ ഭാവന വെച്ച് എഴുതി ചേർത്താണ് സ്മൃതികൾ. ശ്രുതികൾ എന്ന് പറയുന്നത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 108 ഉപനിഷത്തും ഇതെല്ലാം കൂടിയത് അത് മാത്രമാണ് ശ്രുതികൾ. ഇതിൽ നിന്നും ഭിന്നമായി ഒരിടത്തു നിന്നും ബ്രാഹ്മണ്യം ലഭിക്കില്ല. അവർ അർത്ഥമുറിച്ച് പറയുന്നു, ഇതിൽ നിന്ന് ഭിന്നമായി ഒരിടത്തു നിന്നും ബ്രാഹ്മണ്യം ലഭിക്കില്ല. ഇതാണ് ജാതി വ്യവസ്ഥ. എന്നിട്ട് പരബ്രഹ്മോപനിഷത്തിൽ 4 പറയുന്നു, മൺപാത്രങ്ങൾ മണ്ണു മാത്രമാണ്, അതിൽ മറ്റൊന്നുമില്ല. ഇതുപോലെ ബ്രഹ്മനിർമ്മിതമായ എല്ലാ വസ്തുവിലും ബ്രഹ്മമാണുള്ളത്. എല്ലാത്തിലും ബ്രഹ്മമാണുള്ളത്. ഈ ചിന്താഗതി നമ്മളെ മനസ്സിലുണ്ടാകണം. ഏതിൽ പറയുന്നു? പരബ്രഹ്മോപനിഷത്തിൽ 4. എന്നിട്ട് അതിൽ തന്നെ 4 പിന്നെയും പറയുന്നു, ഏത് ഭാഗക്കാരുടെയും ഭക്തിയും ബ്രഹ്മവും ബ്രഹ്മതത്വവും രൂപവും ഒന്നു തന്നെ. ഏതാൾ എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് ആചാരമാണ് അതെല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവനിൽ ഉണ്ടാകണം. ആചാരങ്ങൾ മാത്രമേ, ആരെല്ലോ എന്തല്ലോ ചെയ്യുന്നതിൽ ചെറിയ ആചാരങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാവരും ബ്രഹ്മത്തിന്റെ അംശം തന്നെ, അവരെല്ലാം ചെയ്യുന്നതും ബ്രഹ്മം തന്നെ. അവരുടെ എല്ലാവരിലെയും ബ്രഹ്മവും ബ്രഹ്മതത്വവും എല്ലാ രൂപവും എല്ലാം ഒന്ന് തന്നെയാണെന്ന് പറയുകയാണ്. എല്ലാവരും സമന്മാരെന്ന് സാരം. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് അങ്ങനെയുള്ള ഒരു വ്യക്തി മാത്രമേ ബ്രാഹ്മണനാകൂ. മറ്റേതെല്ലാം ഒരു സങ്കല്പമാണ്. പക്ഷെ ഇങ്ങനെ ബ്രാഹ്മണനാകുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം എത്രയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ പിൽക്കാലത്ത് അപ്പൊ അന്നുള്ള വേദവ്യാസനും പാർട്ടികളെല്ലാം ബ്രാഹ്മണർ തന്നെയാണ്. വേദങ്ങളെ അർത്ഥം മനസ്സിലാക്കിയവരായിരുന്നു. പക്ഷേ കുറെ കാലം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ വേദങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം അവരെ ബ്രാഹ്മണരെന്നാണല്ലോ പറയേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ മക്കളെ പഠിപ്പിച്ച് വരുന്ന ഒരു സിസ്റ്റമായിരുന്നു. അപ്പം ബ്രാഹ്മണന്റെ മക്കള് വേദം അതിന്റെ മകനെ പഠിപ്പിക്കുക, അപ്പൊ അവര് ബ്രാഹ്മണനാകും. അങ്ങനെ അങ്ങ് വരുമ്പോ ആ നിലയില് എല്ലാവരും ഒരു വഴിയില് ബ്രാഹ്മണനായി. വേറൊരു ഭാഗത്ത് തെങ്ങ് കയറ്റുന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ മകനെ തെങ്ങ് കയറ്റാൻ പഠിപ്പിക്കും. അതിന്റെ ശേഷം അവന്റെ മകനെ അങ്ങനെ കാരണം മക്കളെ പഠിപ്പിച്ചു പോകുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് ഈ ബ്രാഹ്മണർ എന്നൊരു വിഭാഗം, ക്ഷത്രിയ, ഇതെല്ലാം ഇങ്ങനെ ജോലിയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. പക്ഷെ അതൊന്നും വേദം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു തെങ്ങ് കയറ്റക്കാരന്റെ മകൻ നല്ല തെങ്ങ് കയറ്റ, അവൻ തെങ്ങ് കാണുമ്പോൾ തന്നെ അവന് ചിലപ്പം തലകുറ്റും. നമുക്കറിയാലോ നമ്മളെ മക്കളിൽ തന്നെ എന്തെല്ലാം സ്വഭാവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് ഇപ്പം ഡോക്ടർ മകനെയും ഡോക്ടറാക്കും, എഞ്ചിനീയർ, അത് ഇന്നത്തെ ടെൻഡൻസിയാണ്. അവരവരെ ഇതിലേക്ക് അങ്ങ് വിട്ടുക. പക്ഷെ അവരൊന്ന് ശരിയായി എഞ്ചിനീയർ ആവുമോ എന്നൊന്നും ചോദിച്ചാൽ അതൊന്നും അർത്ഥമൊന്നുമില്ല. ഇന്നത്തെ കാലം ഒരു കാര്യമുണ്ട്, ഇന്ന് എല്ലാവർക്കും ആകാൻ പറ്റുന്നതുകൊണ്ടാണ് പിന്നെ ഇന്ന് ആ ജാതി വ്യവസ്ഥ അങ്ങനെ ഇല്ലാതെ. കാരണം അന്നും അച്ഛൻ മക്കളെ പഠിപ്പിക്കുകയാണ്, ഇന്നതല്ല. യൂണിവേഴ്സിറ്റികളാണ്, ആർക്കും എവിടെയും കയറാം. അപ്പൊ അങ്ങനെ കയറുമ്പോൾ എഞ്ചിനീയർ മകനെയും എന്താക്കും, എഞ്ചിനീയർ ആകാൻ നോക്കും. കുറഞ്ഞ എഞ്ചിനീയറിംഗ് ആകണം. മാർക്കൊന്നും ഇല്ലെങ്കിൽ കോഴ കൊടുത്ത് എവിടെയെങ്കിലും മാനേജ്മെന്റ് കോട്ടയിലെല്ലാം പോയി എവിടെയെങ്കിലും എല്ലാം പോകും. എന്നിട്ട് കുറച്ച് പൈസയെല്ലാം കൊടുത്തിട്ട് അവന് മാത്സ് അറിയില്ലെങ്കിലും സപ്ലൈ ചെയ്തായിരിക്കും നടക്കുന്നുണ്ടായി. എങ്ങനെയെങ്കിലും എല്ലാം തട്ടി കൂട്ടിയിട്ട് എഞ്ചിനീയറാക്കും. അവന് എഞ്ചിനീയർ ആണെന്നുള്ള യഥാർത്ഥത്തിൽ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കാണില്ല. എങ്ങനെയെല്ലാം മോഡറേഷനും തട്ടിക്കൂട്ടി എങ്ങനെയല്ലോ ഏതെല്ലോ രീതിയിലെല്ലാം എഞ്ചിനീയർ ആകും. എഞ്ചിനീയർ കസയിലേക്ക് പോയിരിക്കും. അവ എഞ്ചിനീയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു 10 ഡോക്ടർമാരുണ്ടെങ്കിൽ എല്ലാം MBBS ആയിരിക്കും. അതിൽ ഒരാളെ വീട്ടിലായിരിക്കും എപ്പോഴും ആണ് ഭയങ്കര തള്ളായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. എന്തുകൊണ്ടാണ്? ഈ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഒന്നും അല്ല, ഇതൊരു ഇൻഹറന്റ് ക്വാളിറ്റിയാണ്. വേദം പറയുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഗ്രി എടുത്തത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ ഇന്ന കുടുംബത്തിൽ ജനിച്ചുകൊണ്ടോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പണ്ടത്തെ കാലത്ത് ഇന്ന് യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് ആർക്ക് ഏതിലും എല്ലാം പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ അന്ന് അച്ഛൻ മക്കളെ പഠിക്കാൻ ഇങ്ങനെ ബ്രാഹ്മണരായിട്ട്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്,
ഈ ബ്രാഹ്മണര് വേദങ്ങൾ കൈകാര്യം ചെയ്യാൻ നിർബന്ധമാണ്. അടിച്ചു പിടിച്ചിട്ടെങ്കിലും വേദസൂക്തങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ പഠിച്ചിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വേദങ്ങളെ ഉരുവിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ലേ വേദവ്യാസനല്ലേ എഴുതി വെച്ചത്? ആരും തിരിഞ്ഞു നോക്കാതെ കളഞ്ഞിരുന്നുവെങ്കിൽ ഈ പുസ്തകം നിന്ന് ആരും നമ്മളെ കൈമപ്പോലും ഉണ്ടാവില്ലേ, അതെല്ലായിടത്തും നശിച്ചു പോകായിരുന്നു. പക്ഷെ ആ ഒരു വിഭാഗം അവരുടെ പിന്തുണക്കാരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാഹ്മണർ എന്ന് പറയുന്ന ആ ഒരു ചെയിൻ ഈ വേദങ്ങൾ ഉരുവിട്ട് ഇങ്ങനെ ഈ വർഷം എത്ര വർഷം മുമ്പിലുള്ളതാണെന്ന് നോക്കണം. 4000-5000 വർഷത്തിന് മുമ്പ് ഉരുവിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മളെല്ലാം എടുത്ത് കൈകാര്യം ചെയ്യുന്നത് അവർ ഉരുവിട്ടിട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ്. ആ ഉരുവിട്ട് എല്ലായിടത്തും അത് ആക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട്. ആ വേദങ്ങൾ എന്തോ ആണ് എന്നുള്ളൊരു ചിന്തയിലൂടെ അത് ഇങ്ങ് ഇപ്പോഴാണ് നമുക്ക് എന്താ അതൊന്ന് എടുത്ത് നോക്കാമെന്ന്. അപ്പൊ അവരുടെ സേവനം വളരെ വലുതാണ് ആ വിഭാഗം ചെയ്യുന്നത്. അത് എത്രയോ വലുതാണ്, നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അത്രയും വലിയ ത്യാഗമാണ് അവർ ചെയ്തിരിക്കുക. അങ്ങനെയാണ് നാളെ ഇനി ലോകം മുഴുവൻ ഉറ്റുനോക്കി അതിൻ്റെ അകത്തേക്ക് എടുത്ത് ചാടാൻ ശ്രമിക്കുന്ന ഈ വേദങ്ങൾ ഈ നിലയിലേക്ക് എത്തിച്ചത് അവരാണ്. അപ്പൊ അവരെ നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റില്ല. വലിയൊരു ത്യാഗമാണ് അവർ അതിനുവേണ്ടി സഹിച്ചിരിക്കുന്നത്. പക്ഷെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ അതിന്റെ കൂട്ടത്തിൽ വേറെ മറ്റേ തെറ്റുകളെല്ലാം കുറെയെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം അതിന്റെ ഭാഗമായി എന്തുണ്ടാവുമല്ലോ തെറ്റുകൾ. അതെല്ലാം ചിലവര് തെറ്റുകളെല്ലാം കാണിച്ചിട്ട് അതെല്ലാം പോകട്ടെ. വേദങ്ങളെ ഈ അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിച്ചതിൽ അവർക്കുള്ള പങ്ക് നമ്മൾ എത്ര ചിന്തിച്ചാലും മനസ്സിലാവില്ല. അതിന് എങ്ങനെ അവർ ഇത്രയും ത്യാഗം സഹിച്ച് ഇവിടെ എത്തിച്ചു ഈ വേദങ്ങളെ. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതെല്ലാം ഈ ഗ്രന്ഥം നമ്മളെ കൈമേൽ വന്നത് അവർ ഉരുവിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ്. അന്ന് അവർ ഉരുവിടാതെ കളഞ്ഞിരുന്നുവെങ്കിൽ ആരും ചിന്തിക്കൂല, അതിനടുത്ത് ദൂരെ കളയാം. അവരതെന്തോ ദിവ്യമായിട്ട് കണ്ടു, വളരെ ദിവ്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അതിനെ ദിവ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ആ ജാതിയല്ല വേദം പറയുന്ന ജാതി. വേദത്തിലെ ജാതി ഒരു സങ്കല്പം മാത്രമാണ്. ഇനിയോ വേറെ ചില കാര്യങ്ങളിലേക്ക് നോക്കാം. പക്ഷേ അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇന്നത്തെ വേദത്തിലെ ആൾക്കാർക്ക്, ബ്രാഹ്മണർക്ക് പറ്റിയൊരു കുഴപ്പം, അവർ ഉരുവിട്ട് കൊണ്ടുവന്നു. പക്ഷേ വേദത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ബ്രാഹ്മണരിൽ തന്നെ ഈ സംസ്കൃതം പഠിക്കുന്നവരും വേദം പഠിച്ചവർ എത്ര പേരുണ്ട്, പഠിക്കുന്നവരെത്ര പേരുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല, വളരെ കുറച്ചാണ്. അതിന്റെ അർത്ഥം അറിയുന്നവരോ? അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പുരാണ കഥകൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. അത് നമുക്ക് നോക്കാം. ഗരുഡ പുരാണത്തിൽ നിന്നും ഞാൻ കഥ പറയുന്നേ ഉള്ളൂ, സ്വയം വിലയിരുത്തിക്കൊള്ളുക. കലിയുഗത്തിലെ ബ്രാഹ്മണർക്ക് എന്തുകൊണ്ട് വേദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സയൻസ് ഇല്ലാതായി. സയൻസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത് വായിച്ചാൽ ഇതിൻ്റെ അകത്ത് സയൻസ് ആണുള്ളത്, അത് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അവർ ഉരുവിട്ട് ഇങ്ങത്തോളം കൊണ്ടുവന്നു. ഇന്ന് സയൻസുള്ള കാലത്തും ആ സയൻസ് വെച്ച് നോക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. നമ്മൾ പഠിച്ച വേദങ്ങളെ ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ നോക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം. എന്തുകൊണ്ട് എന്നൊരു കഥരൂപത്തിൽ നമ്മൾ പറഞ്ഞു തരികയാണ്. പറഞ്ഞു തരുന്നതിന്റെ അർത്ഥം എന്താണ്? ഇന്ന തരത്തിലാണ് ഇന്നത്തെ അവസ്ഥ എന്നേ പറയുന്നുള്ളൂ. പക്ഷെ അതൊരു കഥയില് ഭംഗ്യന്തരേണ പറഞ്ഞു തരും. ഗരുഡ പുരാണത്തിൽ നിന്ന് വിഷ്ണു ശിവനോട് പറയുന്നത് നോക്കൂ. വിഷ്ണു ശിവനോട് പറയുന്നതായിട്ടാണ് അതിലുള്ള ഗരുഡ പുരാണത്തില്. അതല്ല, സോറി, അത് പിന്നീട് പറയാം. അരാഹപുരാണത്തിൽ നിന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? പണ്ട് ഗൗതമ മുനി എന്നൊരു മുനി ഉണ്ടായിരുന്നു. അയാൾക്ക് വളരെ വലിയ തപസ്സനം ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമാനായ നല്ലൊരു ബ്രഹ്മാവ് സംപ്രീതനായി പല വിശേഷ വിത്തുക്കളെല്ലാം നൽകിയിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്.
ഗൗതമ മുനിയുടെ സ്ഥലത്ത് അപ്പൊ എന്താണ്, അദ്ദേഹം ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ ഒരു ആശ്രമമെല്ലാം പണിത് അവിടെ കൃഷിയെല്ലാം ചെയ്തു, വിശിഷ്ട വിത്തുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, തപസ് ചെയ്ത് നേടിയിട്ട് എന്നിട്ട് കൃഷിയെല്ലാം ചെയ്ത് വളരെ സുഭിക്ഷമായിട്ട് അവിടെ നടക്കുകയാണ്. അതെല്ലാം പെട്ടെന്നാണ് വിത്തുകളെല്ലാം വളരുന്നത്. അത്രയും സുഭിക്ഷമായിട്ട് അവിടെ അങ്ങേരെ ജീവിക്കുകയാണ്, ഒരു ആശ്രമമെല്ലാം പണിതിട്ട്. ആ സമയത്താണ് ആ സ്ഥലം ഒഴിച്ചുള്ള മറ്റു സ്ഥലങ്ങളിലെല്ലാം എന്തുണ്ടായത്, പ്രളയമുണ്ടായത്. പ്രളയം ഉണ്ടായി എന്ന് വെച്ചാൽ വലിയ വരൾച്ച, പ്രളയമല്ല വലിയ വരൾച്ച അനുഭവപ്പെട്ടു. അപ്പൊ കൃഷിയെല്ലാം മറ്റുള്ളവരുടെ ആശ്രമങ്ങളിലെ മുനിമാരുടെ എല്ലാം കൃഷിസ്ഥലമെല്ലാം നശിച്ചുപോയി, വരൾച്ച കൊണ്ട് തിന്നാനൊന്നും കേട്ടില്ല. അപ്പൊ ഇവിടെ ഗൗതമന്റെ സ്ഥലത്ത് നല്ല സുഭിക്ഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാ മുനിമാരും അവിടെ നിന്നെല്ലാം പൂട്ടിക്കെട്ടിയിട്ട് മുനീന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഗൗതമ മുനിയോട് ചോദിച്ചു, കുറച്ചു കാലം നമ്മളിവിടെ താമസിച്ചിട്ട് ഭയങ്കര കഷ്ടപ്പാടാണെന്ന്. അപ്പൊ ഗൗരവന്മാർ അവരെ വേണ്ട പോലെ സൽക്കരിച്ചു, അവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു. വരൾച്ച മാറിയപ്പോൾ ഇവർക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകണം. അവരെല്ലാം കൂടി ചെയ്യുവാൻ എന്ത് ചെയ്തു, അവരെല്ലാം പോയിട്ട് മുനീന്റെ അടുത്ത് പറഞ്ഞു, നമ്മളെ വരൾച്ചയെല്ലാം അവിടെ തീർന്നിട്ടുണ്ട്, ഇനി നമ്മൾ പോയിക്കോട്ടെ ഇങ്ങോട്ടേക്ക്. ഗൗതമ മുനി പറഞ്ഞു, വേണ്ട പോകണ്ട, ഇപ്പം വേണ്ട, ഒരു കുറച്ച് ദിവസം കൂടി എല്ലാം താമസിച്ചിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ ഇവർക്ക് നിഷേധിക്കാൻ പറ്റൂല, ഇവർക്ക് അങ്ങോട്ട് വരൾച്ചയിലൊക്കെ എലിയെടുക്കേണ്ട ആവശ്യമില്ല, നേരിട്ടെറിഞ്ഞ് പോകേണ്ട പരിപാടിയാണ്. പക്ഷെ ഇങ്ങനെ സംബന്ധിച്ചാൽ കുറച്ച് ദിവസം കൂടി നിന്നിട്ടെല്ലാം പോയാൽ മതി എന്ന് ആദിത്യ മര്യാദയെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഇവർക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി, എങ്ങനെ ഇവിടെ നിന്ന് കടക്കണം എന്നായി. അപ്പൊ അവർ അതിനൊരു സൂത്രം പ്രയോഗിച്ചു, എങ്ങനെയെങ്കിലും പോണല്ലോ ഇവർക്ക് ഇവിടെ വരൾച്ചയില്ല, എലിയുടെ വെക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മായ പശുവിനെ ഉണ്ടാക്കിയിട്ട് ഗൗതമന്റെ തോട്ടത്തില് കൃഷിയെല്ലാം ഉള്ളിടത്ത് അങ്ങ് വിട്ടുകൊടുത്തു, മായപ്പശുവാണ്. അപ്പൊ ഗൗതമൻ നോക്കുമ്പോ അങ്ങനെ പശു കയറിയിട്ട് അവിടെ അങ്ങേര് അടുത്ത കൃഷി മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. അങ്ങേര് ഒരു പുൽക്കൊടി എടുത്തിട്ട് പശുവിനെ ഒന്ന് ഓടിക്കാൻ നോക്കി. പുൽക്കൊടിയാണല്ലോ, വേദനയൊന്നും പാടില്ല. പുൽക്കൊടി എടുത്തിട്ട് പശുവിനെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ പശു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചത്ത പോലെ അങ്ങ് വീണേക്കും. കാരണം മായപ്പശു ഇവരുണ്ടാക്കി വിട്ടതാണ്, ചത്ത പോലെ അങ്ങ് വീണു. അപ്പോഴെന്താണ്, പശുഹത്യ, ബ്രഹ്മഹത്യ. അവരെല്ലാം ഗൗതമൻ ബ്രഹ്മഹത്യ ചെയ്തു. അതുകൊണ്ട് ഇനി ഇവിടെ നമ്മൾ നിൽക്കുന്ന കാര്യമേ ഇല്ല, നമ്മളിതാ ഇവിടുന്ന് പോകാൻ പോകുന്നത്. ഇവർക്ക് പോകാനുള്ള വകുപ്പുണ്ടാക്കി വെച്ചാണ്. അപ്പം ഗൗതമൻ പറഞ്ഞു, എന്ത് പ്രായശ്ചിത്വവും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ പോയി കളയരുത്. കാരണം ഈ കുറ്റം എന്നിൽ ആരോപിച്ച് പോകരുത്, ഞാൻ എന്ത് പ്രായശ്ചിത്വവും ചെയ്യാൻ പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഗംഗാനദീനെ ഒഴുക്കിയിട്ട് ഈ പശുവിന്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ അത് ശരിയായിക്കോളെന്ന് പറഞ്ഞു. പശുവിന്റെ മേലെ ഗംഗാനദിനെ കൊണ്ടുവരണം, എന്നിട്ട് ഒഴുക്കണം. അപ്പൊ എന്ത് ചെയ്തു, ഗൗതമൻ മുന്നിൽ തപസ് തുടങ്ങി. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവന്റെ തലയിലാണല്ലോ മറ്റേ ഗംഗയിരിക്കുന്നത്. ശിവൻ പ്രത്യക്ഷപ്പെട്ട എന്ത് വരം വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് തല കുലുക്കണം എന്ന് പറഞ്ഞു. തല കുലുക്കി കഴിഞ്ഞാൽ വെള്ളം അങ്ങ് ഒഴിച്ചു കൊള്ളണം. ഇവർക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ വരൾച്ച ഇല്ലാണ്ടെങ്കിൽ ഈ നദി അങ്ങ് എത്തിക്കിട്ടിയാൽ മതി അതിലൂട്ട്. അപ്പൊ അവരുടെ സ്ഥലത്തേക്കെല്ലാം എപ്പം വെള്ളമാവില്ല, ഈ പ്രശ്നം ഇനി ഉണ്ടാവില്ല. ഇങ്ങനെ കൊണ്ട് അത് സാധിക്കുന്നു അറിയാം. അതുകൊണ്ട് ഈ തന്ത്രം പ്രയോഗിച്ചു. അങ്ങനെ ശിവൻ തലമുടി കുലുക്കുകയും ഗംഗ ഒഴുകി വരികയും പശുവിന്റെ മേലത്തെത്തിയപ്പോൾ പശു പെട്ടെന്ന് അപ്രത്യക്ഷമായി. കളഞ്ഞു. ഇത് കണ്ടേരം ഗൗതമന് തോന്നി, അതിത് പശുവല്ല പരിപാടി, ഇത് ഇവന്മാരുടെ പരിപാടിയാണ് എന്ന്. അപ്പോഴ് ഗൗതമൻ ഇത് മറ്റു ഋഷിമാരുടെ ചതിയാണെന്ന് മനസ്സിലാവുകയും അവർക്ക് വേദത്തിലുള്ള അറിവ് നഷ്ടപ്പെടട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അപ്പൊ ഇവർ ഇത്രയും വേദ പണ്ഡിതരാണ് ഇവര്, എന്നിട്ടാണ് ഈ വേദത്തരം കാട്ടിയത്. അതുകൊണ്ട് എന്ത് പറഞ്ഞു, നിങ്ങൾക്കിനി വേദം അഭ്യസിക്കാനുള്ള അറിവ്, അതായത് വേദത്തിലുള്ള അറിവ് നഷ്ടപ്പെടട്ടെ എന്ന് ആ ഋഷികളെ ശപിച്ചു. എന്നിട്ടോ പൂജാദികൾ നടത്തുവാനുള്ള അർഹത ഇല്ലാതാകട്ടെ എന്നും പറഞ്ഞു. അപ്പൊ ശാപം കൊടുത്തെന്താണ്, വേദത്തിലുള്ള അറിവ് നഷ്ടപ്പെടട്ടെ, പൂജാദികൾ നടത്താനുള്ള അർഹതയും നിങ്ങൾക്ക് നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സപ്തർഷികൾക്ക് ദയ തോന്നി ഇവരോട്.
അവരുടെ ഗൗതമന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഒന്ന് ക്ഷമിച്ചു കളയണം, ഒന്ന് ശാപമോക്ഷം കൊടുക്കണം, ഇങ്ങനെയൊന്നും ശപിച്ചു കളയരുത്. അപ്പം ഗൗതമ മുനി പറഞ്ഞു, ശരി, ഒരു ശാപമോക്ഷം തരാം, പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ പറ്റും. കലിയുഗത്തിലുള്ള ബ്രാഹ്മണർക്ക് മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ. ഏത്? ഈ ശാപം. വേദത്തിലെ അറിവ് നഷ്ടപ്പെടുകയും പൂജകൾ നടത്താനുള്ള അർഹത നഷ്ടപ്പെടുകയല്ല, ആർക്കേ ഉള്ളൂ? കലിയുഗത്തിലുള്ള ബ്രാഹ്മണർക്ക് മാത്രമേ ബാധകമാവൂ എന്ന് ശാപമോക്ഷം നൽകുകയും ചെയ്തു. അപ്പോഴും അതും കൂടി ഇല്ലാതെ പൂജ നടത്താനുള്ള അവകാശം കൂടി ഇല്ലാതായി. പിന്നെ സപ്തർഷികളെല്ലാം ശിവനെ സമീപിച്ചു. ശിവനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ശാപമുണ്ട്, അവരെ ഒന്ന് രക്ഷിക്കണം. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ശരി, എന്നാ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം, കലിയുഗത്തിലേക്ക് പൂജ നടത്താൻ വേണ്ടിയിട്ടുള്ള ശിവസംഹിത എന്നത് അദ്ദേഹത്തിന്റെ ശ്വാസത്തിൽ നിന്നും നിർമ്മിച്ചു. എന്തിനു വേണ്ടിയിട്ട്? വേദത്തിന്റെ പരിപാടി വിട്ടു. എന്നാ പിന്നെ ഇതാ നിങ്ങൾക്ക് കലിയുഗത്തിലെ പൂജ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ തരുന്നു എന്ന് പറഞ്ഞിട്ട് ശിവസംഹിത അവർക്ക് നിർമ്മിച്ചു കൊടുത്തു. ഇതാണ് ഒരു കഥ. വേറൊരു തരത്തില് കൂർമ്മപുരാണത്തിൽ വേറൊരു തരത്തിലാണ് പറയുന്നത്. ഈ ഇതേ കഥ തന്നെ, ഗൗതമന്റെ കഥയെല്ലാം തന്നെയാണ്. വരൾച്ച ഉണ്ടാവുന്നു, ഗൗതമൻ ഉണ്ടായിരുന്നു, ആശ്രമം ഉണ്ടായിരുന്നു. വരൾച്ച ഉണ്ടായപ്പോൾ അവരെന്തെന്നു ഗൗതമനെ സമീപിക്കാനും അവിടെ താമസിക്കാനുള്ള സഹായം അഭ്യർത്ഥിക്കുകയെല്ലാം ചെയ്തു. അവരവിടെ താമസിച്ചു. അത് നേരത്തെ പറഞ്ഞ കഥ തന്നെ, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? അപ്പം 12 വർഷത്തോളം അവിടെ സുഖമായി താമസിച്ചു. വരൾച്ച മാറിയ ശേഷം ഗൗതമനോട് വിട ചോദിച്ചപ്പോൾ അല്പകാലം കൂടി അവിടെ താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതുവരെയുള്ള കഥയിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അവർ സമ്മതിച്ചെങ്കിലും ഗൗതമന്റെ പ്രതാപത്തിലും സുഭിക്ഷതയിലും അവർ അസൂയക്കളായി. ഈ ഗൗതമന്റെ സുഭിക്ഷതയിൽ അവിടെ താമസിക്കാൻ പറഞ്ഞല്ലോ, അത് കണ്ടപ്പോ ഇങ്ങേരുടെ അസൂയ തോന്നി. എന്നിട്ട് എന്ത് ചെയ്തു? ഗൗതമന്റെ പതനം എന്തായാലും ഉണ്ടാക്കണം. അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു? ഒരു പശുവിനെ ഉണ്ടാക്കി, മായ പശുവിനെ ഉണ്ടാക്കി ഗൗതമന്റെ മുന്നിലേക്ക് വിട്ടു. അതിന് മായ മാത്രമായിരുന്നു. ഗൗതമൻ പശുവിനെ പിടിച്ച് തൊഴിൽ കണ്ട പുല്ല് ഇതെല്ലാം ചെടികളെല്ലാം തിന്നാൻ തുടങ്ങിയാലും ഗൗതമൻ പശുവിനെ പിടിച്ച് തൊഴുത്ത് കെട്ടാൻ നോക്കി. നേരത്തെ പുൽക്കൊടി കൊണ്ട് ഓടിച്ചതാണ്, ഇവിടെ തൊഴുത്ത് കെട്ടാൻ നോക്കി. അപ്പൊ പശു മരിച്ചു വീണു. ഇതൊരു മായ പശുവാണെന്ന് ഗൗതമന് മനസ്സിലായി. പശു മരിച്ചു വീണപ്പോൾ മറ്റുള്ള മുനിമാർ പശുവിനെ കൊന്ന മുനിയുടെ ആശ്രമത്തിൽ ഇനി താമസിക്കുവാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പോകുവാൻ ഒരുങ്ങി. അപ്പോൾ ഗൗതമന് കാര്യം മനസ്സിലാവുകയും മറ്റു മുനിമാരെ വേദത്തിൽ നിന്നും മാറി ചിന്തിച്ചതിനാൽ അനേക തവണ ഭൂമിയിൽ ജനിച്ച് പാപമുക്തി നേടി നേരട്ടെ എന്നും ശപിച്ചു. അവിടെ അതാണ് ശപിച്ചത്. നിങ്ങൾ വേദത്തിൽ നിന്ന് പോയതുകൊണ്ട് ഇനി ഭൂമിയിൽ കുറെ കാലം ജീവിച്ച് ജനിച്ച് മരിച്ച് ഇങ്ങനെ കിടക്കും. അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർക്ക് പിന്നെ പുനർജന്മമില്ല. ഇവർക്ക് പിന്നെയും ഭൂമിയിൽ ഇങ്ങനെ ജനിച്ചും ജീവിച്ചും ഇങ്ങനെ കഴിച്ചു കൂട്ടണം, വേദത്തിൽ നിന്നും മാറിയത് കൊണ്ട്. അപ്പം ശിവന്റെ അടുത്തും വിഷ്ണുവിന്റെ അടുത്തേക്കും പോയി ശാപമോക്ഷം കൊടുക്കാം, എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തിട്ട്. അപ്പൊ ശിവൻ വിഷ്ണുവോട് ചോദിച്ചു, ശാപമുക്തി നൽകി മാപ്പാക്കണമെന്ന്. ശിവൻ വിഷ്ണുവിനോട് ചോദിച്ചു, ശാപമുക്തി നൽകി മാപ്പാക്കണോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, പാടില്ല എന്നും അവരെ നരകത്തിൽ പീഡിപ്പിക്കുകയാണ് വേണ്ടതെന്നും, എന്നാൽ അവരെ വേദം കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും മാറ്റുകയാണ്. അവർക്ക് മറ്റു ചില മതങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്നും വിഷ്ണു പറഞ്ഞു. ശിവൻ അതുകൊണ്ട് എന്ത് ചെയ്തു? പണ്ഡിത വേഷത്തിൽ വന്ന് നേരത്തെ പറഞ്ഞ പ്രത്യേകതരം സംഹിത അവരെ പഠിപ്പിക്കുന്നു. ഇതാണ് കഥ. അപ്പൊ ഇതിന്റെ ആശയത്തിനുള്ള പല ആശയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കലിയുഗത്തിലാവുമ്പോഴേക്ക് ഈ ബ്രാഹ്മണരെല്ലാം വേദങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. അതൊരു സത്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും വേദത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. കലിയുഗത്തിൽ പിന്നെ വേദത്തെപ്പറ്റി ബ്രാഹ്മണരൊന്നും നോക്കുന്നില്ല, വിട്ടുപോവുകയാണ്. അവർ വേറെ ഏതെല്ലോ ആയിട്ട് അങ്ങ് പോവുകയാണ്. വേദത്തിന്റെ അർത്ഥവും പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ പുരാണത്തിൽ അന്ന് എഴുതി വെച്ചിരിക്കുക എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. അത് വളരെ രസകരമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതവിടെ വിട്ടിട്ട്
നമുക്കിനി അന്നത്തെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗരുഡ പുരാണത്തിൽ വിഷ്ണു ശിവനോട് പറയുന്നത് നോക്കാം. മനുഷ്യരെ 4ആയി തരംതിരിക്കാം: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. മനുഷ്യരെ ഒരു ക്വാളിറ്റി അനുസരിച്ച് 4ആയി തിരിക്കുന്നതേ ഉള്ളൂ. ഏത് മനുഷ്യരെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് വീട്ടിലുള്ള ഓരോ വ്യക്തിയെയും എടുത്തിട്ട് ഈ 4 ഏതിൽ പെടുന്നു എന്ന് നോക്കണം. ഇതിൽ ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യർ എന്നിവർ ധ്വജാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം അവർക്ക് മാത്രമേ ഉപനയനം, പൂണൂല് ധരിച്ചിട്ട് വിദ്യ അഭ്യസിക്കണമെന്നുള്ള കർശനമായ നിയന്ത്രണം ആർക്കേ ഉള്ളൂ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ. ഇവർക്കാണ് ധ്വജാസ്, അതായത് 2ാമത്തെ ജന്മമാണ്. വിദ്യ നേടുമ്പോൾ നമ്മൾ എന്താണെന്ന് 2ാമത്തെ ജന്മം എന്നാണ്. വിദ്യയുടെ മഹാത്മ്യമാണ് പറയുന്നത്. നമ്മൾ വിദ്യ നേടുന്നത് വരെ ഒരു തരം മനുഷ്യനാണ്. വിദ്യ നേടി ജ്ഞാനം നേടുമ്പോൾ നമ്മൾ വേറൊരു തരം മനുഷ്യനെ വലിയ നിലയിലേക്ക് ഉയരുകയാണ്. അതുകൊണ്ട് ഇതാക്കാണ് അർഹത എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യർ എന്നിവർക്ക് നിർബന്ധമാണ് പഠിക്കണം എന്നുള്ളത്. മറ്റവരെ പറയാതെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവർ പൊതുവെ അതിന് താല്പര്യം എടുക്കില്ല. പക്ഷെ ഇവര് പഠിക്കാനെല്ലാം താല്പര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മറ്റവർക്ക് നിഷിദ്ധമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവര് പൂണൂല് ധരിച്ചിട്ട് തന്നെ വിദ്യ അഭ്യസിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനിയോ അത് പിന്നെ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അഗ്നിപുരാണത്തിൽ രാജാവിനെ പറ്റി പറയുന്നിടത്ത് കൂടി നമുക്കൊന്ന് നോക്കാം. അവിടെയും ജാതി വെച്ചിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. രാജാവ് ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പായി ശരീരം മണ്ണുകൊണ്ട് ശുദ്ധമാക്കണം. ഇവിടെ എല്ലാ നാട്ടിലുള്ള മണ്ണ് കൊണ്ടാന്നിട്ട് എല്ലാ ദേശത്തിലുള്ള പ്രത്യേക തരത്തിലെ മണ്ണെല്ലാം കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ മണ്ണുകൊണ്ട് ശുദ്ധീകരിക്കണം. കുളിക്കുന്നതിന് പകരം അന്നത്തെ ഒരു ഇതായിരിക്കാം രാജാവ്. അങ്ങനെ എല്ലാ മണ്ണും തന്നെ എല്ലാ ദേശത്തിന്റെയും രാജാവാണെന്ന് വരുത്താൻ വേണ്ടിയാണ്. എന്നിട്ട് 4 തരം മന്ത്രിമാരെ നിയമിക്കണം. ഏത് പറയുന്നതാണ്? അഗ്നിപുരാണം പറയുന്നതാണ്. ഒരു രാജാവ് ഭരണത്തിലേറുമ്പോൾ 4 തരം മന്ത്രിമാരെ നിയമിക്കണം. ഏതാണ് നോക്കാം. കിഴക്ക് വശത്ത് സ്വർണപാത്രത്തിൽ വെണ്ണയുമായി ബ്രാഹ്മണ മന്ത്രിയും, കിഴക്ക് വശത്ത് സ്വർണപാത്രത്തിൽ വെണ്ണയുമായി ബ്രാഹ്മണ മന്ത്രിയും, തെക്കുവശത്ത് വെള്ളിപ്പാത്രത്തിൽ തേനുമായി ക്ഷത്രിയ മന്ത്രിയും, പടിഞ്ഞാറ് വശത്ത് ചെമ്പുപാത്രത്തിൽ തൈരുമായി വൈശ്യമന്ത്രിയും, വടക്ക് വശത്ത് മൺപാത്രത്തിൽ ജലവുമായി ശൂദ്രമന്ത്രിയും നിൽക്കണം. രാജാവ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 4 വശത്തും 4 മന്ത്രിമാർ വേണം. അത് ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടി? ബുദ്ധിമാന്മാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ബുദ്ധിമാന്മാരുടെ ഒരു നേതാവ് വേണം. ക്ഷത്രിയരുടെ കാര്യങ്ങൾ മന്ത്രിയെ ധരിപ്പിക്കുവാനും ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് അവരുടെ ഒരു ഇന്ന് പിന്നെ വൈശ്യരുടേതായിട്ട് അതിന്റെ വേണം. സേവകരുടേതായിട്ട് ഒരു മന്ത്രി വേണം. എല്ലാം മന്ത്രിമാരാണ്. ഈ 4 മന്ത്രിമാരവിടെ വേണം. നമ്മൾ ഇന്നത്തെ മന്ത്രിസഭയിലും അതല്ല ഏകദേശം ഉണ്ട്. എല്ലാ വിഭാഗക്കാരുടെയും ഓരോ മന്ത്രിനെ എല്ലാം അവിടെ പിടിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ കാര്യങ്ങൾ എല്ലാവരും മന്ത്രി ഇവരെല്ലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാ ചെയ്യേണ്ടത്. ഇതെല്ലാം നടന്നോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക. എന്നിട്ട് എന്ത് വേണം? കഴിഞ്ഞില്ല. സ്ഥാനാരോഹണ ശേഷം, സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എല്ലാ തെരുവിലൂടെയും എല്ലാവർക്കും കാണുവാനായി ഘോഷയാത്രയായിട്ട് രാജാവ് പോകണം. രാജാവ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഏതെല്ലാം തെരുവിലൂട്ടിലോട്ട് പോകണം. ആ നാട്ടിൽ ഏതെല്ലാം തെരുവുണ്ടോ അതിലൂട്ടി എല്ലാം കയറി ഇറങ്ങണം. എന്തിന്? ഇന്നത്തെ രാഷ്ട്രീയക്കാരാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ റോട്ടിലൂട്ടി ഹായ് ഹായ് എന്നും പറഞ്ഞ് നടക്കുന്നത്. അതുപോലെ എല്ലാ തെരുവിലൂടെയും എല്ലാവർക്കും കാണത്തക്കവണ്ണം പോകണം. ഞാനിതാ നിങ്ങളെ ഇത് പ്രതിനിധിയായിട്ട് രാജാവായിരിക്കുന്നു. അതാണോ സംഭവിച്ചത്? രാജാവ് വരുമ്പോ ഹോയ് ഹോയ് ഓടിക്കോ ഓടിക്കോ എന്നും പറഞ്ഞ് ഓടിക്കുകയല്ലേ ചെയ്തത്. ഇപ്പം നമ്മൾ
വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ വേദങ്ങൾ എത്ര വലിയൊരു കാര്യമാണ് പറയുന്നതെന്ന് സ്വയം ചിന്തിക്കുക. ഇവിടെ നമുക്ക് നിർത്താം.